നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് 4644 പേർക്കാണ് കോവിഡ് ബാധ സ്ഥിരീകരിച്ചത്. ഇന്നത്തെ മരണസംഖ്യ 18 പേർ മരണമടഞ്ഞു. 37,488 പേർ നിലവിൽ ചികിത്സയിലുണ്ട്. സമ്പർക്കം മൂലം രോഗബാധയുണ്ടായത് 3781 പേർക്കാണ്. ഉറവിടമറിയാത്ത 498 പേരുണ്ട്. രോഗബാധ സ്ഥിരീകരിച്ചവരിൽ 86 പേർ ആരോഗ്യപ്രവർത്തകരാണ്. കഴിഞ്ഞ 24 മണിക്കൂറിൽ 47,452 സാമ്പിളുകൾ പരിശോധന നടത്തി. 2,862 പേരാണ് രോഗവിമുക്തരായത്. തിരുവനന്തപുരത്ത് തന്നെയാണ് ഏറ്റവും അധികം കോവിഡ് രോഗികൾ സംസ്ഥാനത്ത്. രോഗത്തിൻ്റെ ഉറവിടം വ്യക്തമല്ലാത്തവരുടെ എണ്ണവും കൂടുതലാണ്. ഇന്ന് രോഗം സ്ഥിരീകരിച്ചത് തിരുവനന്തപുരത്ത് 824 പേർക്കാണ്. ഇന്നലെ മാത്രം ജില്ലയിൽ 2014 പേർ രോഗനിരീക്ഷണത്തിലായി. കൊല്ലം ജില്ലയിൽ മരണത്തെ മുഖാമുഖം കണ്ട കോവിഡ് രോഗി അത്ഭുതകരമായി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് നമ്മുടെ ചികിത്സാരംഗത്തെ വലിയ നേട്ടമാണ്. പാരിപ്പള്ളി സർക്കാർ മെഡിക്കൽ കോളേജിലാണ് കോവിഡ് അതിജീവനത്തിൻ്റെ ഈ അടയാളപ്പെടുത്തൽ. 43 ദിവസം വെന്റിലേറ്ററിൽ, അതിൽ 20 ദിവസം കോമാ സ്റ്റേജിൽ. ശാസ്താംകോട്ട പള്ളിശ്ശേരിക്കൽ സ്വദേശി ടൈറ്റസ് എന്ന 54-കാരനാണ് വെന്റിലേറ്ററിൻ്റെയും ഡയാലിസിസ് യൂണിറ്റിൻ്റെയും സഹായം വിട്ട് ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയത്. ഇദ്ദേഹം മത്സ്യവില്പന തൊഴിലാളിയാണ്. കഴിഞ്ഞ ജൂലൈ 6-നാണ് കോവിഡ് പോസിറ്റീവായത്. അങ്ങനെയാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തിയത്. ശ്വാസകോശ വിഭാഗം ICUവിലും പിന്നീട് വെന്റിലേറ്ററിലുമായി. ജീവൻ രക്ഷാ മരുന്നുകൾ ഉയർന്ന ഡോസിൽ നൽകേണ്ടതായി വന്നു. 6 ലക്ഷം രൂപ വിനിയോഗിച്ച് വെന്റിലേറ്ററിൽ തന്നെ ഡയാലിസിസ് മെഷീനുകളും സ്ഥാപിച്ചു. 30ഓളം തവണ ഡയാലിസിസ് നടത്തി. 2 തവണ പ്ലാസ്മ തെറാപ്പി നടത്തി. ജൂലൈ 15-ന് ടൈറ്റസ് കോവിഡ് നെഗറ്റീവായി. പക്ഷേ കടുത്ത ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ഓഗസ്റ്റ് 17 വരെ വെന്റിലേറ്ററിലും പിന്നീട് ICUവിലും തുറന്നു. ഓഗസ്റ്റ് 21-ന് വാർഡിലേക്ക് മാറ്റി. ഫിസിയോതെറാപ്പിയിലൂടെ സംസാരശേഷിയും ചലനശേഷിയും വീണ്ടെടുക്കാനായി. ആരോഗ്യപ്രവർത്തകരുടെ 72 ദിവസം നീണ്ട അശ്രാന്ത പരിശ്രമത്തിൻ്റെ ഫലമായി ആരോഗ്യ പുരോഗതി നേടിയ ടൈറ്റസ് ഇന്നലെ ആശുപത്രി വിട്ടു. സാധാരണ നിലക്ക് സ്വകാര്യ ആശുപത്രിയിലാണ് ചികിത്സയെങ്കിൽ ചുരുങ്ങിയത് 30 ലക്ഷം രൂപയെങ്കിലും വേണ്ടി വരുമായിരുന്നു.
ചികിത്സാ ചെലവ്. ആ ചികിത്സയാണ് അദ്ദേഹത്തിന് നൽകിയത്. പ്രതിസന്ധികൾക്കിടയിലും മനോബലം പകരുന്ന അതിജീവന മാതൃകയായതിനാലാണ് ഇതിവിടെ എടുത്തു പറഞ്ഞത്. ടൈറ്റസിനെ ചികിത്സിച്ച എല്ലാവരെയും അഭിനന്ദിക്കുന്നു. കോവിഡിനെതിരെ ഇത്രയേറെ പ്രത്യേകതകളുള്ള ഇടപെടലാണ് നടത്തുന്നത് എന്ന് നാം കാണേണ്ടതുണ്ട്. അതിനിടയിൽ രോഗവ്യാപനത്തിന് കാരണമാകുന്ന ശ്രമങ്ങളുണ്ടാക്കുന്നവരുടെ കണ്ണ് തുറപ്പിക്കുന്നതിനു കൂടിയാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രി കേന്ദ്രീകരിച്ചുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്ലസ്റ്ററിൽ വെള്ളിയാഴ്ച വരെ 55 പേർക്കാണ് രോഗം കണ്ടെത്തിയത്. വിവാഹത്തിന് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കാതെയുണ്ടായ പ്രാഥമിക സമ്പർക്കം മൂലം രോഗബാധ സ്ഥിരീകരിക്കുന്നത് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വിവാഹത്തിന് വലിയ തോതിൽ ആളുകൾ ഒത്തുകൂടുന്നതും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കാത്തതും രോഗവ്യാപനത്തിനിടയാക്കും. ആലപ്പുഴ ജില്ലയിൽ സജീവമായ 11 ക്ലസ്റ്ററുകളിൽ പുറക്കാട്, ആറാട്ടുപുഴ, പുന്നപ്ര സൗത്ത് എന്നിവിടങ്ങളിലാണ് കൂടുതൽ കേസുകളുള്ളത്. ജില്ലയിൽ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് നിലവിൽ നൽകിയിട്ടുള്ള ആംബുലൻസുകൾക്ക് പുറമെ രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ ആംബുലൻസ് വീതം നൽകും. കോട്ടയം മുനിസിപ്പാലിറ്റിയിൽ രോഗികളുടെ എണ്ണം ഉയർന്ന നിലയിൽ തുടരുന്നു. ഇടുക്കിയിൽ നെടുങ്കണ്ടം ടൗൺ പൂർണ്ണമായി അടച്ചു. മത്സ്യ മൊത്തക്കച്ചവടക്കാരനും ഗ്രാമപഞ്ചായത്ത്, എക്സൈസ്, ബാങ്ക് ഉദ്യോഗസ്ഥർ ഇങ്ങനെ എല്ലാവരും ഉൾപ്പെടെ 48 പേർക്ക് ടൗണിൽ രോഗം സ്ഥിരീകരിച്ചതിനെ തുടർന്നാണ് ഈ നടപടി. സംസ്ഥാനത്തെ ഏറ്റവും വലിയ സമ്പർക്കങ്ങളിൽ ഒന്നായ നെടുങ്കണ്ടത്തെ മത്സ്യവ്യാപാരിയുടേത് ആരോഗ്യവകുപ്പിൻ്റെ അറിയിപ്പനുസരിച്ച് ഏറ്റവും വലിയ സമ്പർക്കമാണവിടെ. 3000-ഓളം ആളുകളുമായി ഇദ്ദേഹത്തിന് സമ്പർക്കമുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം. കുമളി 8-ാം മൈൽ മുതൽ രാജാക്കാട്, രാജകുമാരി, പൂപ്പാറ, ചെമ്മണ്ണാർ, കമ്പമേട് തുടങ്ങി അതിർത്തി മേഖലയിലെ ഒട്ടുമിക്ക പട്ടണങ്ങളിലും ഇദ്ദേഹം എത്തിയിരുന്നതായാണ് വിവരം. എറണാകുളത്ത് എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും സമ്പർക്ക വ്യാപനമുണ്ട്. 42 ക്ലസ്റ്ററുകളിൽ 28 വലിയ കമ്മ്യൂണിറ്റി ക്ലസ്റ്ററുകളുണ്ട്. പോസിറ്റീവാകുന്ന ഗർഭിണികൾക്കായി ICDS സഹകരണത്തോടെ മുട്ടം SCMS കോളേജിൽ പുതിയൊരു FLTC ആരംഭിച്ചിട്ടുണ്ട്. മലപ്പുറത്ത് 534 പേർക്കാണ് ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. തൃശ്ശൂർ ജില്ലയിൽ 70ഓളം ഗ്രാമപഞ്ചായത്തുകളിലെ വാർഡുകൾ കണ്ടെയ്ൻമെൻറ്റ് സോണുകളാണ്. പാലക്കാട് ജില്ലയിൽ മേലാമുറി പച്ചക്കറി മാർക്കറ്റ്
ക്ലസ്റ്ററാണ്. ആ ക്ലസ്റ്ററിൽ ഉൾപ്പെട്ട 38 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. കോഴിക്കോട് ദിനംപ്രതി 5000-ലധികം സാമ്പിളുകൾ പരിശോധിക്കുന്നുണ്ട്. 6681 സാമ്പിളുകളാണ് വെള്ളിയാഴ്ച പരിശോധിച്ചത്. കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിലും വടകര, ചോറോട് ക്ലസ്റ്ററുകളിലുമാണ് കൂടുതൽ രോഗികളുള്ളത്. വെള്ളയിൽ ക്ലസ്റ്ററിൽ കഴിഞ്ഞ 3 ദിവസത്തിനിടെ 76 പേർക്ക് രോഗം ബാധിച്ചിട്ടുണ്ട്. ഇന്ന് 412 പേർക്കാണ് പോസിറ്റീവായത്. വയനാട് ജില്ലാ ജയിൽ സൂപ്രണ്ടിന് കോവിഡ് സ്ഥിരീകരിച്ചതുമായി ബന്ധപ്പെട്ട് സബ് കളക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ജില്ലയിൽ സ്വയം നിരീക്ഷണത്തിൽ പോയിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിൽ ആശുപത്രികളിൽ ആരോഗ്യ പ്രവർത്തകർക്ക് കൂടുതലായി രോഗം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യമുണ്ട്. അത് നിയന്ത്രിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ DMOവിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാസർകോട്ട് നിലവിലുള്ള തീരദേശ ക്ലസ്റ്ററുകളിൽ നിന്നും പലരും പരിശോധനയ്ക്ക് തയ്യാറാകാത്തത് പ്രധാന പ്രശ്നമായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കോവിഡ് രോഗവ്യാപനത്തിൻ്റെ അടുത്ത തരംഗം കൂടുതൽ രൂക്ഷമായി നമ്മുടെ രാജ്യത്ത് പ്രകടമാകാൻ പോകുന്നതായാണ് റിപ്പോർട്ട്. വർദ്ധിച്ച വ്യാപനശേഷിക്ക് കാരണമായേക്കാവുന്ന ജനിതക വ്യതിയാനം സംഭവിച്ച വൈറസുകളാണ് കേരളത്തിൽ കാണപ്പെടുന്നതെന്നാണ് വിദഗ്ധ പഠനത്തിൻ്റെ നിഗമനം. ഗവേഷണത്തിൻ്റെ ഭാഗമായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കേരളത്തിൽ നിന്നുള്ള 179 വൈറസുകളുടെ ജനിതക ശ്രേണീകരണം നടത്തുവാനും അവയുടെ വംശാവലി സാർസ് കൊറോണ 2 ഇന്ത്യൻ ഉപവിഭാഗമായ 2A ആണെന്ന് നിർണ്ണയിക്കുവാനും സാധിച്ചു. വിദേശ വംശാവലിയിൽപ്പെട്ട രോഗാണുക്കൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല. വടക്കൻ ജില്ലകളിൽ നിന്നെടുത്ത സാമ്പിളുകളിൽ നിന്ന് ലഭിക്കുന്ന വിവരപ്രകാരം ഒഡീഷ, കർണാടക, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള രോഗാണുക്കളാണ് കൂടുതലായി കണ്ടത്. അയൽ സംസ്ഥാനങ്ങളിൽ രോഗവ്യാപനം ഗുരുതരമാകുന്ന സാഹചര്യം കേരളത്തിൽ വലിയ ആഘാതം തന്നെ സൃഷ്ടിക്കും. നേരിയ അലംഭാവം പോലും വലിയ ദുരന്തം വരുത്തിവെച്ചേക്കാവുന്ന ഘട്ടത്തിലാണ് നാം ഇപ്പോഴുള്ളത്. പ്രതിരോധ നടപടികൾ കൂടുതൽ കർശനമായി പാലിക്കാൻ നമുക്കാവണം. പൊതുസ്ഥലങ്ങളിൽ എല്ലാവരും ഉത്തരവാദിത്വ ബോധത്തോടെ പെരുമാറിയേ തീരൂ. ഇതിനിടയിലാണ് ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടുന്ന സാഹചര്യം വന്നത്. അതിൻ്റെ ഫലമായി കേരളത്തിൽ കാലവർഷം ശക്തി പ്രാപിക്കുമെന്നും വിവിധയിടങ്ങളിൽ അടുത്ത ദിവസങ്ങളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചൽ, വെള്ളപ്പൊക്കം ഇവയെല്ലാം മുന്നിൽ കണ്ട് തയ്യാറെടുപ്പ് നടത്താനും അതീവ ജാഗ്രത പാലിക്കാനും
സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജനങ്ങളോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ശക്തമായ കാറ്റ് മൂലം മരങ്ങൾ കടപുഴകി വീണുള്ള അപകടങ്ങൾക്കും സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികൾ ഒരു കാരണവശാലും കടലിൽ പോകാൻ പാടുള്ളതല്ല. ഇന്ന് ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലും നാളെ ഇടുക്കി, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും അതിതീവ്ര മഴ ഉണ്ടാകുമെന്നാണ് പ്രവചനം. അതിതീവ്ര മഴ അപകട സാധ്യത വർദ്ധിപ്പിക്കാനിടയുണ്ട്. ഈ ജില്ലകളിൽ റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചത്. ഈ ജില്ലകളിലെ ദുരന്ത സാധ്യതാ മേഖലകളിൽ ഉള്ളവരെ മുൻകരുതലിൻ്റെ ഭാഗമായി ക്യാമ്പുകളിലേക്ക് മാറ്റേണ്ടതുണ്ട്. രാത്രി സമയങ്ങളിൽ മഴ ശക്തിപ്പെടുന്ന സാഹചര്യമുണ്ട്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ മുൻകരുതലിനായി പകൽ സമയം തന്നെ ആളുകളെ മാറ്റി താമസിപ്പിക്കേണ്ടതാണ് എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മലയോര മേഖലയിലേക്കുള്ള രാത്രി ഗതാഗതം ഒഴിവാക്കേണ്ടതുമാണ്. ഇന്ന് ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലും നാളെ കോട്ടയം, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, കോഴിക്കോട്, വയനാട് ജില്ലകളിലും 21-ന് കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിശക്തമായ മഴ മുന്നറിയിപ്പുള്ള സാഹചര്യത്തിൽ അധികൃതരുടെ നിർദ്ദേശങ്ങളനുസരിച്ച് മാറി താമസിക്കേണ്ട ഇടങ്ങളിൽ എല്ലാവരും സഹകരിക്കാൻ സന്നദ്ധരാവണം. ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറേണ്ടുന്ന ഘട്ടങ്ങളിൽ പൂർണ്ണമായും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കാൻ ശ്രദ്ധിക്കുകയും വേണം. ക്വാറന്റൈനിൽ കഴിയുന്നവർ, രോഗലക്ഷണമുള്ളവർ, കോവിഡ് ബാധിക്കുന്നത് മൂലം കൂടുതൽ അപകട സാധ്യതയുള്ളവർ, സാധാരണ ജനങ്ങൾ, ഇങ്ങനെ 4 തരത്തിൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കാൻ വേണ്ടിയാണ് ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം. ദുരന്ത സാധ്യതാ മേഖലയിലുള്ളവർ എമർജൻസി കിറ്റ് അടിയന്തരമായി തയ്യാറാക്കി വെക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു. കേന്ദ്ര സേനകൾ തയ്യാറാകുവാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പോലീസ്, ഫയർഫോഴ്സ്, സിവിൽ ഡിഫൻസ് സന്നദ്ധ പ്രവർത്തകർ ഇവരെല്ലാം പൂർണ്ണ സജ്ജരായി. കരസേന, ഡിഫൻസ് സർവീസ് കോർപ്സ്, നേവി, ITBP ഇവരെല്ലാം തയ്യാറായിട്ടുണ്ട്. വായുസേനയുടെ വിമാനങ്ങളും തയ്യാറാണ് എന്നറിയിച്ചിട്ടുണ്ട്. BSF, CRPF എന്നിവർ ആവശ്യാനുസരണം വിന്യസിക്കപ്പെടും. സർക്കാരിൻ്റെ 100 ദിന കർമ്മപദ്ധതിയുടെ ഭാഗമായി ഇന്ന് 4 സംരംഭങ്ങൾ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. കുട്ടനാട്ടിലെ കാർഷിക മേഖലയുടെയും പരിസ്ഥിതിയുടെയും സംരക്ഷണത്തിനുതകുന്ന കാർഷിക കലണ്ടറിൻ്റെ പ്രഖ്യാപനവും മൺട്രോ തുരുത്തിലെ കാലാവസ്ഥ അനുരൂപ കൃഷിയുടെ
ഉദ്ഘാടനവുമാണ് അതിലൊന്ന്. 100 ദിന കർമ്മപരിപാടിയിൽ പ്രഖ്യാപിച്ച രണ്ടാം കുട്ടനാട് പാക്കേജിൻ്റെ ഭാഗമായാണ് കാർഷിക കലണ്ടർ തയ്യാറാക്കിയത്. മൺട്രോത്തുരുത്തിലെ പരിസ്ഥിതി പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമെന്ന നിലയിലാണ് കാലാവസ്ഥാ അനുരൂപ കൃഷി എന്ന പദ്ധതി ആരംഭിക്കുന്നത്. ഇവ രണ്ടും കാർഷിക കേരളത്തിന് ഏറെ പ്രതീക്ഷ നൽകുന്ന പദ്ധതികളാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിയിൽ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൻ്റെ മാതൃകയിൽ അത്യാധുനിക സംവിധാനങ്ങളോടെ പുതിയ ട്രോമ കെയർ സംവിധാനവും എമർജൻസി മെഡിസിൻ വിഭാഗവും ഉൾപ്പെടുത്തി നവീകരിച്ച അത്യാഹിത വിഭാഗത്തിന് ഇന്ന് തുടക്കമായി. രോഗികൾ ആശുപത്രിയിലെത്തുന്ന നിമിഷം മുതൽ അടിയന്തര ചികിത്സ ലഭ്യമാക്കുന്നതിനുള്ള നൂതന സംവിധാനങ്ങളാണ് 33 കോടി രൂപ ചെലവിലേർപ്പെടുത്തിയത്. അത്യാഹിത വിഭാഗത്തിലെത്തുന്ന രോഗികൾക്ക് അത്യാഹിതത്തിൻ്റെ തീവ്രതക്കനുസരിച്ച് ചികിത്സ ഉറപ്പാക്കാനുള്ള അത്യാധുനിക സംവിധാനമാണ് ഒരുക്കിയത്. തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെൻ്ററിൽ സജ്ജമാക്കിയ പുതിയ അത്യാധുനിക കാഷ്വാലിറ്റി സംവിധാനവും ഇന്ന് ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. രോഗികളുടെ സ്വകാര്യതയ്ക്ക് പ്രത്യേക പരിഗണന നൽകും വിധം തയ്യാറാക്കിയിട്ടുള്ള ഈ പുതിയ കാഷ്വാലിറ്റിയിൽ അണുബാധ നിയന്ത്രണ സംവിധാനങ്ങൾ, രോഗതീവ്രതയനുസരിച്ച് സേവനം നൽകാൻ കഴിയുന്ന ട്രയാജ് സംവിധാനം, വിവിധ രീതികളിൽ രോഗികളെ കിടത്തി ചികിത്സിക്കാൻ കഴിയുന്ന പ്രത്യേകതരം കിടക്കകൾ, ജീവൻ രക്ഷയ്ക്കും നിരീക്ഷണത്തിനുമുള്ള ഉപകരണങ്ങൾ, കൂട്ടിരിപ്പുകാർക്കുള്ള പ്രത്യേക കാത്തിരിപ്പ് കേന്ദ്രം, ഇവയെല്ലാം ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. മാത്രമല്ല 187 കോടി രൂപ ചെലവിട്ട് നിർമ്മിക്കുന്ന പുതിയ 14 നില കെട്ടിടം 2021 തന്നെ ഇവിടെ പൂർത്തീകരിക്കും. പട്ടികജാതിക്കാരുടെയും പട്ടികവർഗക്കാരുടെയും കുട്ടികളുടെ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുന്ന ഒരു പദ്ധതിയുടെ ഉദ്ഘാടനവും ഇന്ന് നിർവഹിക്കുകയുണ്ടായി. കുട്ടികൾക്ക് പഠിക്കാൻ വീടുകളിൽ വേണ്ടത്ര സൗകര്യമില്ലാത്ത പട്ടികജാതിക്കാരും പട്ടികവർഗക്കാരും ധാരാളമുണ്ട് എന്ന യാഥാർത്ഥ്യം നാം കാണേണ്ടതുണ്ട്. ഇത് കണക്കിലെടുത്താണ് രാജ്യത്തിനാകെ മാതൃകയാകുന്ന പദ്ധതി ആവിഷ്കരിച്ചത്. പട്ടികജാതിക്കാർക്ക് അവരുടെ വീടിനോട് ചേർന്ന് പഠനമുറിയൊരുക്കാൻ സർക്കാർ 2 ലക്ഷം രൂപ വീതമാണ് സഹായം നൽകിയത്. മുറി പൂർത്തിയാകുമ്പോൾ കമ്പ്യൂട്ടർ ഉൾപ്പെടെയുള്ള പഠന സാമഗ്രികൾ ജനങ്ങളുടെ പങ്കാളിത്തത്തോടെ തദ്ദേശഭരണ സ്ഥാപനങ്ങളാണ് സഹായിക്കുന്നത്. സംസ്ഥാനത്താകെ 12,500 പഠനമുറികൾ പൂർത്തിയായതിൻ്റെ ഉദ്ഘാടനമാണ് ഇന്ന് നിർവഹിച്ചത്. ഈ വർഷം 3750 പഠനമുറി കൂടി പൂർത്തിയാകും. ഇതിന് പുറമെ
2021 8,500 പഠനമുറികൾ ഉണ്ടാക്കും. ഇതോടൊപ്പം പട്ടികവർഗക്കാർക്ക് സാമൂഹ്യ പഠനമുറികളാണ് ഒരുക്കുന്നത്. കമ്മ്യൂണിറ്റി ഹാൾ പോലുള്ള പൊതു സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി 250 സാമൂഹിക പഠനമുറികൾ ഇതിനകം പൂർത്തിയായി. ഒരു പഠനമുറിയിൽ 30 വിദ്യാർത്ഥികൾക്കാണ് സൗകര്യമുണ്ടാവുക. ആകെ 500 സാമൂഹ്യ പഠനമുറികളാണ് സർക്കാരിൻ്റെ ലക്ഷ്യം. പട്ടികജാതിക്കാരുടെയും പട്ടികവർഗക്കാരുടെയും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് പരമാവധി സഹായവും പിന്തുണയും നൽകി ശാക്തീകരിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. 5ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളിൽ വളരെ തുച്ഛമായ വിദ്യാഭ്യാസ സഹായമാണ് പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ലഭിച്ചിരുന്നത്. ഇപ്പോൾ ഓരോ കുട്ടിക്കും പ്രതിവർഷം 2,000 രൂപ വീതം വിദ്യാഭ്യാസ സഹായം നൽകുന്നുണ്ട്. 1,20,000-ഓളം കുട്ടികൾക്ക് ഈ ആനുകൂല്യം ലഭിക്കുന്നു. പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികളുടെ ലംസം ഗ്രാൻഡ്, സ്റ്റൈപ്പൻഡ് ഇവയെല്ലാം 50% വർദ്ധിപ്പിച്ചു. +2 കഴിഞ്ഞ 1000 പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് മെഡിക്കൽ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷ പരിശീലനത്തിന് പദ്ധതി ആരംഭിച്ചിട്ടുണ്ട്. പട്ടികജാതി വികസന വകുപ്പിൻ്റെ കീഴിലുള്ള 44 ITIകൾ നവീകരിക്കുന്നതിന് നടപടി സ്വീകരിച്ചു. 15 ITIകൾക്ക് പുതിയ ബ്ലോക്കുകൾ നിർമ്മിച്ചു. ഏറ്റവും പ്രധാനം, ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്രഭാത ഭക്ഷണവും ഉച്ചഭക്ഷണവും ഏർപ്പെടുത്തിയെന്നതാണ്. വിദേശത്തെ മികച്ച സർവകലാശാലകളിൽ PG കോഴ്സ് ചെയ്യുന്നതിന് പട്ടിക വിഭാഗ വിദ്യാർത്ഥികൾക്ക് 25 ലക്ഷം രൂപ വരെ അനുവദിക്കാൻ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള സിവിൽ സർവീസ് അക്കാദമിയിൽ 300 പേർക്ക് സൗജന്യമായി പരിശീലനം നൽകാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. പട്ടികവർഗക്കാർക്ക് വേണ്ടി ഈ സർക്കാർ വന്ന ശേഷം 29,710 വീടുകൾ പൂർത്തിയാക്കി. ഇതിൽ 11,000 വീടുകൾ ലൈഫ് പദ്ധതിയിലാണ് പണിതത്. കൂടാതെ 5,000-ഓളം വീടുകളുടെ പ്രവൃത്തി ലൈഫ് മുഖേന പുരോഗമിക്കുകയാണ്. ഏതെങ്കിലും കുടുംബത്തിന് അപേക്ഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടെങ്കിൽ അർഹതയുള്ളവർക്ക് ലൈഫ് മിഷനിലേക്ക് അപേക്ഷിക്കാൻ വീണ്ടും അവസരം നൽകിയതിൻ്റെ ഭാഗമായി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്കും അപേക്ഷിക്കാൻ അവസരമുണ്ട്. ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഭൂരഹിതരായി 10,790 പട്ടികവർഗ കുടുംബങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇവരിൽ 4,682 പേർക്ക് 3,787 ഏക്കർ ഭൂമി വിതരണം ചെയ്തു.
ബാക്കിയുള്ള 6108 കുടുംബങ്ങൾക്ക് ഭൂമി ലഭ്യമാക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. പട്ടികവർഗക്കാരായ കുട്ടികൾ സ്കൂളുകളിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്നതിനുണ്ടായിരുന്നൊരു പ്രധാന കാരണം അവരുടെ സ്വന്തം ഭാഷയിൽ നിന്ന് മലയാളത്തിലേക്ക് മാറുമ്പോഴുള്ള പ്രയാസമായിരുന്നു. ആ കുഞ്ഞ് വീട്ടിൽ നിന്ന് സ്കൂളിലെത്തുമ്പോൾ ഒരപരിചിത ലോകത്തെത്തിയ അനുഭവമായിരുന്നു. ഇത് പരിഹരിക്കുന്നതിന് ഗോത്രഭാഷ അറിയാവുന്ന അധ്യാപകരെ മെൻറ്റർ ടീച്ചർമാരായി അട്ടപ്പാടിയിലും വയനാട്ടിലും നിയമിച്ചു. ഗോത്രബന്ധു എന്ന പദ്ധതി പ്രകാരം 269 അധ്യാപകരെയാണ് ഇങ്ങനെ നിയമിച്ചത്. അതോടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിൽ നല്ല താല്പര്യമുണ്ടായി. കൊഴിഞ്ഞുപോക്ക് നിരക്ക് ഗണ്യമായി കുറയുകയും ചെയ്തു. സ്വന്തം ഭാഷയിൽ അധ്യാപകരോട് സംസാരിക്കാൻ കഴിയുന്ന സാഹചര്യം നല്ല ആത്മവിശ്വാസം അവർക്കുണ്ടാക്കി. പട്ടികവർഗ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസത്തോടൊപ്പം സുരക്ഷയും പ്രദാനം ചെയ്യുന്നതിനാണ് ഗോത്രവാത്സല്യ നിധി എന്നൊരു പദ്ധതി നടപ്പാക്കിയത്. ഇതിൻ്റെ പ്രയോജനം 2073 കുട്ടികൾക്ക് ലഭിക്കുന്നു. വിദ്യാസമ്പന്നരായ 19,000-ഓളം പട്ടികവർഗക്കാരുണ്ട് എന്നാണ് കണക്കാക്കുന്നത്. അവർക്ക് ജോലി ഉറപ്പു നൽകുന്നതിന് വിവിധ പദ്ധതികളാണ് നടപ്പാക്കുന്നത്. നിർമ്മാണ മേഖലയിൽ നൈപുണ്യ വികസന പരിശീലനം നൽകി 1140 പേർക്ക് തൊഴിലുറപ്പാക്കി. പരിശീലനം ലഭിച്ചവർ 54 സ്വയം സഹായ സഹകരണ സംഘങ്ങൾ ആരംഭിച്ച് സർക്കാരിൻ്റെ വിവിധ നിർമ്മാണ ജോലികൾ ഏറ്റെടുത്ത് നടത്തി വരികയാണ്. പോലീസ്, എക്സൈസ് എന്നീ വിഭാഗങ്ങളിൽ പ്രത്യേക റിക്രൂട്ട്മെൻറ്റ് വഴി 100 പേരെ നിയമിച്ചു. 125 പേർക്ക് കൂടി ഉടനെ നിയമനം നൽകാനാവും. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാനും പാരമ്പര്യ ധാന്യകൃഷി പ്രോത്സാഹിപ്പിക്കാനും അട്ടപ്പാടിയിൽ കൃഷിവകുപ്പുമായി സഹകരിച്ച് നടപ്പാക്കിയ മില്ലറ്റ് വില്ലേജ് എന്ന പദ്ധതി വിജയകരമായി മുന്നോട്ട് പോകുന്നു. വസ്ത്രനിർമ്മാണത്തിൽ പരിശീലനം നൽകി സ്വയം തൊഴിൽ ചെയ്യാൻ പട്ടികവർഗ വനിതകളെ പ്രാപ്തരാകുന്നതിന് അട്ടപ്പാടിയിൽ അപ്പാരൽ പാർക്ക് ആരംഭിച്ചിട്ടുമുണ്ട്. ഇതിൻ്റെ ഭാഗമായി 292 വനിതകൾക്ക് തൊഴിൽ ലഭിച്ചു. വിദ്യാർത്ഥികളുടെ യൂണിഫോമും മാസ്കും നിർമ്മിക്കുന്നത് ഇവിടെ പരിശീലനം ലഭിച്ച വനിതകളാണ്. പോഷകാഹാരം എല്ലാവർക്കും ലഭിക്കുന്നതിന് അട്ടപ്പാടിയിൽ 192 സാമൂഹ്യ അടുക്കള പ്രവർത്തിച്ചു വരുന്നുണ്ട്. എല്ലാ ഗോത്രവർഗ കോളനികളിലും മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യം ലഭ്യമാക്കിയിട്ടുമുണ്ട്. ഇത്രയും വിവരങ്ങളാണ് ഇന്ന് പങ്കുവെക്കാനുള്ളത്. CMI ഒരു ഓണം ക്ലസ്റ്റർ രൂപപ്പെട്ടിട്ടുണ്ടോ
എന്നൊരു സംശയം നിലനിൽക്കുന്നുണ്ട്. കാരണം രോഗികളുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടാകുന്നു. ആരോഗ്യ വിദഗ്ധർ നേരത്തെ പറഞ്ഞിരുന്നു ഒരു ഓണം ക്ലസ്റ്റർ രൂപപ്പെടാനുള്ള സാധ്യതയുണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ ഓണം ക്ലസ്റ്റർ രൂപപ്പെട്ടതിൻ്റെ ഒരു തെളിവാണ് ഈ രോഗികളുടെ എണ്ണത്തിലുണ്ടാകുന്ന ഈ വർധനവ്. രോഗികളുടെ എണ്ണത്തിൽ നമ്മുടെ കരുതലില്ലായ്മ വലിയ തോതിൽ ഇടയാക്കിയിട്ടുണ്ട്. ഓണത്തിൻ്റെ ഘട്ടത്തിലുണ്ടായ ആഘോഷങ്ങളും കൂടിച്ചേരലുകളും അതും ഒരു ഘടകമായിരിക്കാം. പക്ഷേ നാം നല്ല രീതിയിൽ കരുതലും ജാഗ്രതയും തിരിച്ചു പിടിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിനെ നേരിടാനുള്ള ഏറ്റവും പ്രധാന വഴി. അതിലൊരു തരത്തിലുള്ള അലംഭാവവും നാം കാണിക്കാൻ പാടില്ല. രോഗികളുടെ എണ്ണത്തിൽ നമ്മുടെ കരുതലില്ലായ്മ വലിയ തോതിൽ ഇടയാക്കിയിട്ടുണ്ട്. ഓണത്തിൻ്റെ ഘട്ടത്തിലുണ്ടായ ആഘോഷങ്ങളും കൂടിച്ചേരലുകളും അതും ഒരു ഘടകമായിരിക്കാം. പക്ഷേ നാം നല്ല രീതിയിൽ കരുതലും ജാഗ്രതയും തിരിച്ചു പിടിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിനെ നേരിടാനുള്ള ഏറ്റവും പ്രധാന വഴി. അതിലൊരു തരത്തിലുള്ള അലംഭാവവും നാം കാണിക്കാൻ പാടില്ല. CM മന്ത്രി KT ജലീലിനെതിരെയുള്ള ആരോപണം ഖുറാനെതിരായ ആരോപണമായ അല്ലെങ്കിൽ ഖുറാനെ അതിലേക്ക് വലിച്ചിഴയ്ക്കുന്ന എന്ന തരത്തിലുള്ള ചർച്ചകളുണ്ട്. ഇത് CPM-നും ഇടതുമുന്നണിക്കും തന്നെ തിരിച്ചടിയാകുമെന്നാണ് ഇപ്പോൾ ഒരു നിരീക്ഷണമുള്ളത്. എങ്ങനെയാണ് ജലീലിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ അത് ഖുറാനെതിരെയുള്ള ഒരു ചർച്ചയാകുന്നത് എങ്ങനെയാണോന്ന്? രണ്ടാമത്തത് ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് നിരവധി തവണ MOU ചോദിക്കുകയും MOU-ൻ്റെ കോപ്പി ചോദിക്കുകയും അത് നൽകിയിട്ടില്ല എന്നും പറയുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ? ഖുറാൻ്റെ മറവിൽ സ്വർണ്ണക്കടത്ത് എന്ന ഒരു നറേഷൻ സൃഷ്ടിച്ച് വിവാദമുണ്ടാക്കാൻ ആരായിരുന്നു ശ്രമിച്ചത്? നമ്മുടെ പ്രതിപക്ഷ നേതാവും മുസ്ലിം ലീഗ് നേതാക്കളുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു പരിശോധന സ്വയമേവ നടത്തുന്നത് നല്ലതാണ്. UAE കോൺസുലേറ്റിൽ എത്തിയിട്ടുള്ള ഖുറാൻ സക്കാത്തായി നൽകുന്ന ഭക്ഷ്യക്കിറ്റിനൊപ്പം വിതരണം ചെയ്യാമോ എന്ന് കോൺസുലേറ്റ് ജനറലാണല്ലോ ചോദിക്കുന്നത്. അത് ജലീലിനോട് ആവശ്യപ്പെട്ടു എന്നുള്ളത് ജലീൽ തന്നെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. ജലീൽ അതിന് സഹായിക്കാൻ തയ്യാറായി. അതിനെ ഖുറാൻ്റെ മറവിലുള്ള സ്വർണ്ണക്കടത്തായി ആക്ഷേപിച്ചത് BJP RSS സംഘമായിരുന്നു. സ്വാഭാവികമായും അതിനവർക്ക് പ്രത്യേക ലക്ഷ്യവുമുണ്ട്. പക്ഷേ തൊട്ടു പിന്നാലെ പ്രധാനമന്ത്രിക്ക് പരാതിയുമായി UDF കൺവീനർ ഉൾപ്പെടെയുള്ള നേതാക്കൾ രംഗത്തെത്തുന്നു. ഖുറാൻ്റെ മറവിൽ സ്വർണം കടത്തി എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന നമ്മുടെ കേരളത്തിലെ കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും നേതാക്കൾ പരസ്യമായി ആക്ഷേപിക്കുന്നതല്ലേ നാം കണ്ടത്? കള്ളക്കടത്ത് വഴി ഖുറാൻ പഠിപ്പിക്കുമെന്ന് തീരുമാനിക്കുന്ന ആദ്യത്തെ ഗവൺമെൻറ്റാണിത് എന്ന ആക്ഷേപമടക്കം ലീഗ് നേതാക്കളല്ലേ ഉന്നയിച്ചിരുന്നത്. ഇതെല്ലാം എന്തടിസ്ഥാനത്തിലായിരുന്നു? ഇങ്ങനെ ആരോപണം ഉന്നയിച്ചത് എന്തിനായിരുന്നു? ആർക്ക് വേണ്ടിയായിരുന്നു? എന്തിനാണ് അവർ ഖുറാനെ വിവാദത്തിലേക്ക് കൊണ്ടുവന്നത്? RSS ചെയ്യുന്നതിന് RSSൻ്റേതായ ലക്ഷ്യമുണ്ട്. അതിൻ്റെ ഭാഗമായി BJPയും BJP നേതാക്കളും ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും
അടക്കമുള്ള UDF നേതാക്കൾ എന്തിനാണ് അത് ഏറ്റുപിടിച്ചത്? എന്തിനാണ് അവർ അതിന് വലിയ പ്രചരണം കൊടുക്കാൻ നോക്കിയത്? ഇപ്പോൾ കുറച്ചൊന്ന് തിരിച്ചു കുത്തുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ ചില ഉരുണ്ട് കളികളുണ്ട്. ഏത് കളിയായാലും പറ്റിയ അപകടം തിരിച്ചറിയുന്നുണ്ടെങ്കിൽ അത് നല്ലത് തന്നെയാണ്. അബദ്ധമായിപ്പോയി എന്ന് തിരിച്ചറിയുന്നുണ്ടെങ്കിൽ നല്ല കാര്യമാണ്. ഖുറാനെ ആ രീതിയിൽ ഒരു വിവാദ ഗ്രന്ഥമാക്കി മാറ്റേണ്ട കാര്യമുണ്ടായിരുന്നില്ല. മറ്റുദ്ദേശങ്ങൾക്ക് വേണ്ടി ഖുറാനെ ഉപയോഗിക്കേണ്ടതുമുണ്ടായിരുന്നില്ല. അതിൻ്റെ പേരിൽ സംസ്ഥാന സർക്കാരിനെയും മന്ത്രിയെയും ആക്രമിക്കാനും പുറപ്പെടേണ്ടതില്ലായിരുന്നു. അപ്പം അതിനൊക്കെ അവരാണ് വിശദീകരണം നൽകേണ്ടത്. വിവാദങ്ങളിൽ നിന്ന് മറികടക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ ഖുറാനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് കുഞ്ഞാലിക്കുട്ടി പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത്. ഈ സ്വർണ്ണക്കടത്ത് വിവാദങ്ങളിൽ നിന്ന് മറികടക്കാൻ വേണ്ടി ഖുറാനെ മറയാക്കുന്നു എന്നൊരു ആരോപണം കൂടി കുഞ്ഞാലിക്കുട്ടി ഉന്നയിച്ചിട്ടുണ്ട്. അതിന് തന്നെയാണ് ഞാൻ ഈ പറഞ്ഞത്. ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടിക്ക് അതിൻ്റെ ശരിയായ ബോധോദയം ഉണ്ടാകുന്നുണ്ടെങ്കിൽ നല്ല കാര്യം തന്നെ. നേരത്തെ ഇതെല്ലാം പറയുമ്പോൾ എന്തായിരുന്നു ധരിച്ചത്? ഖുറാനെക്കുറിച്ചായിരുന്നല്ലോ പറഞ്ഞത്. ഖുറാൻ കടത്തിയത് അതിൻ്റെ കൂടെ സ്വർണ്ണക്കടത്താണെന്ന് വരെ പറയുന്ന നിലയല്ലേ ഉണ്ടായത്. അത് ലീഗ് നേതാക്കളടക്കമല്ലേ പറഞ്ഞത്. ലീഗിൻ്റെ സമുന്നതരായ നേതാക്കളടക്കം പറഞ്ഞല്ലോ. അങ്ങനെ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിരുന്നില്ലേ? അത്തരമൊരു വിശുദ്ധ ഗ്രന്ഥത്തെ അപമാനിക്കാൻ പാടുണ്ടായിരുന്നോ? ആ കാര്യമല്ലേ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചത്. അതിൽ ഞങ്ങളെന്ത് തെറ്റ് ചെയ്തു? ഞങ്ങളെ ആക്രമിക്കുന്നതിന് വേണ്ടി എന്തും ഒരായുധമാക്കാം എന്ന ധാരണയുടെ ഭാഗമായിട്ടല്ലേ അത്തരം നടപടികളിലേക്ക് നീങ്ങിയത്. അത് ശരിയാണോ? ഇതിനിടയിൽ അങ്ങ് വിട്ടുപോയതാണെന്ന് തോന്നുന്നു. ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഞാനൊരു ചോദ്യം കൂടി ചോദിച്ചിരുന്നു, MOUവിന്റെ കോപ്പി സംബന്ധിച്ച്. അതൊക്കെ അതിൻ്റേതായ ഘട്ടത്തിൽ വന്നോളൂ. ഇത് പലതവണ അതിവിടെ അതന്നെ അതതിൻ്റെ ഘട്ടത്തിൽ വന്നോളൂ. അതിനെപ്പറ്റി പ്രശ്നമില്ല. അല്ല, അത് എന്തുകൊണ്ടാണ് നൽകാത്തതെന്ന് സംബന്ധിച്ചൊരു സംശയം ഉണ്ടാവുന്നുണ്ട്. അതെ, അതതിൻ്റെ ഘട്ടത്തിൽ വന്നോളൂ എന്ന്. അത് ഒരു പ്രധാന പ്രശ്നമാണ്. ഓഗസ്റ്റ് 11-ാം തീയതിയാണ് പ്രതിപക്ഷ നേതാവ് ആദ്യം കത്ത് നൽകിയത്. ഇപ്പോൾ വീണ്ടും കത്ത് നൽകിയിരിക്കുന്നത്. എന്തെങ്കിലും കൊടുക്കാൻ എന്തെങ്കിലും സാങ്കേതികമായ പ്രശ്നമുണ്ടോ? അത് അവർ പരിശോധിക്കട്ടെ എന്ന്. അതോടൊപ്പം ഈ വർഗീയ കാർഡ് പ്രധാനമായി ഇറക്കുന്നത് ഇപ്പോൾ CPM ആണെന്ന പ്രധാനപ്പെട്ട ആക്ഷേപം ആണ് ഉന്നയിക്കുന്നത്. ഇന്നത്തെ കോടിയേരിയുടെ പ്രസ്താവനയ്ക്ക് മറുപടിയായി ഇന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞത് മകനെതിരെ ആക്ഷേപം വന്നതുകൊണ്ടാണ് ഇത്തരം ഒരു പ്രതിരോധം സംസ്ഥാന സെക്രട്ടറി ഉന്നയിക്കുന്നത്. മകനിലേക്ക് അന്വേഷണം വരുന്നു. ആ സാഹചര്യത്തിലാണ് എന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ ആക്ഷേപം. അല്ല, കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത് CPIM ചർച്ച ചെയ്ത കാര്യങ്ങളാണ്. നമ്മുടെ സംസ്ഥാനത്ത് UDF കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും നേതൃത്വം നടത്തിയ പ്രവർത്തനങ്ങളുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം. ഞാനത് വീണ്ടും ആവർത്തിക്കുകയാണ് വേണ്ടത്. യഥാർത്ഥത്തിൽ ഇവിടെ ഖുറാനെതിരെ RSSും BJPയും പറയുന്നത് കേരളീയ സമൂഹത്തിന് മനസ്സിലാക്കാൻ പറ്റും. എന്തടിസ്ഥാനത്തിലായിരുന്നു ലീഗ് അത് ഏറ്റുപിടിച്ചത്? എന്തടിസ്ഥാനത്തിലായിരുന്നു കോൺഗ്രസിൻ്റെ അല്ല UDFൻ്റെ കൺവീനർ അതുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിക്ക് പരാതി അയച്ചത്? ഇതൊക്കെ ഇവിടെ കണ്ട കാര്യമല്ലേ. ഏതെല്ലാം തരത്തിലുള്ള ഇടപെടലാണ് നടത്തിയത്? എന്തൊക്കെ കാര്യങ്ങളായിരുന്നു വിളിച്ചു പറഞ്ഞത്? ഇതുപോലൊരു ഖുറാനെ പോലൊരു വിശുദ്ധ ഗ്രന്ഥത്തെ അത്തരത്തിൽ വിവാദത്തിൽപ്പെടുത്താൻ ഞങ്ങളോട് വിരോധമുണ്ടാവും. ഗവൺമെൻറ്റിനെ ആക്ഷേപിക്കണമെന്നുണ്ടാവും. ഗവൺമെൻറ് ഏതെങ്കിലും തരത്തിൽ ഒന്ന് ഇടിച്ചു താഴ്ത്താൻ പറ്റുമോ എന്ന് ശ്രമിക്കുന്നുണ്ടാകാം. പക്ഷെ അതിനൊക്കെ ഖുറാനെ പോലുള്ളൊരു വിശുദ്ധ ഗ്രന്ഥത്തെ തെറ്റായ രീതിയിൽ ഉപയോഗിക്കേണ്ടതുണ്ടായിരുന്നോ? ആ തെറ്റായ രീതിയിൽ ഉപയോഗിച്ചതിനെക്കുറിച്ചല്ലേ പറഞ്ഞത്. ഇപ്പോൾ അത് കുറച്ച് ബോധോദയം വന്നത് എന്തുകൊണ്ടാണ്? ഇത് നാട്ടിലാരും കാണാത്തതാണോ ഇത്?
കേരളത്തിൽ വിശുദ്ധ ഖുർആനെ അംഗീകരിക്കുന്ന ലക്ഷോപലക്ഷം ജനങ്ങളില്ലേ? ആ ജനങ്ങളിൽ അതുണ്ടാക്കിയ വികാരമില്ലേ? ആ വികാരം ഞങ്ങൾക്കെതിരായിട്ടാണോ വന്നത്? ആ വികാരം ഈ പറഞ്ഞവർക്കെതിരെയാണ് വന്നത്. സ്വാഭാവികമല്ലേ അത്? അത് തിരിച്ചറിഞ്ഞുവെങ്കിൽ നല്ലത്. അതിൻ്റെ ഭാഗമായി കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ടെങ്കിൽ അതും നല്ലത്. അതും ഞങ്ങളെ ആക്ഷേപിച്ചിട്ട് വേണോ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു തെറ്റ് പറ്റിപ്പോയി എന്ന് തുറന്നങ്ങ് പറഞ്ഞാൽ പോരെ? അത് പറയാൻ പാടില്ലാത്തതായിരുന്നു. ഖുർആനെ ഞങ്ങൾ ആക്ഷേപിക്കാൻ പാടില്ലാത്തതായിരുന്നു. പരോക്ഷമായെങ്കിലും ഖുർആനെ വിവാദത്തിലാക്കാൻ പാടില്ലായിരുന്നു എന്ന് പറയാനുള്ള സത്യസന്ധതയല്ലേ കുഞ്ഞാലിക്കുട്ടിയെ പോലുള്ളവർ കാണിക്കേണ്ടത്? അതിലും തൻ്റേതായ സ്ഥിരം സ്വഭാവമാണോ കാണിക്കേണ്ടത്? ഖുർആനെതിരെ BJP RSS ഒരു നിലപാട് സ്വീകരിക്കുന്നു എന്ന് പറയുന്നത് ഒരു പരിധിവരെ വർഗീയതയാണ്. ലീഗ് അത് ഏറ്റുപിടിക്കുന്നത് എന്തിനാണെന്ന് ചോദിക്കുന്ന CPM നിലപാടും അതുപോലെ തന്നെ ഒരു വർഗീയ നിലപാടല്ലേ? അതെങ്ങനെയാണ് വർഗീയ നിലപാടാകുക? ലീഗ് എന്ന് പറയുന്നത് എന്താണെന്ന് ഈ നാട്ടിലെല്ലാവർക്കും അറിയാം. അവർ തന്നെ പലപ്പോഴും അത് വ്യക്തമാക്കിയിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്തിലെ ഒരു ന്യൂനപക്ഷത്തിൻ്റെ പ്രത്യേക പ്രശ്നങ്ങളിൽ വലിയ തോതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു പാർട്ടി എന്നാണ് അവർ സാധാരണ അവകാശപ്പെടാറുള്ളത്. അങ്ങനെയുള്ളൊരു പാർട്ടി, ആ പാർട്ടി ഇതുപോലൊരു വിശുദ്ധ ഗ്രന്ഥത്തെ വിവാദത്തിലാക്കാൻ വേണ്ടി കൂട്ടുനിൽക്കാൻ പാടുണ്ടായിരുന്നോ? ഞാൻ നേരത്തെയും ഇതിവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇത്തരം കാര്യങ്ങളോടൊപ്പം ഈ പറയുന്ന ലീഗിൻ്റെ നേതാക്കൾ എങ്ങനെയാണ് കൂടുന്നത് എന്ന്, ലീഗിൻ്റെ നിലപാടിങ്ങനെ പാടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചിട്ടില്ലേ? അപ്പോൾ അത് സ്വാഭാവികമായും ആളുകളിൽ പ്രതികരണം ഉണ്ടാക്കിയിട്ടുണ്ടാവും. ആ പ്രതികരണം പല രൂപത്തിൽ പ്രകടമായിട്ടുണ്ട്. അതൊരു വർഗീയ വികാരമല്ല. ഖുർആനെ പോലുള്ള ഒരു വിശുദ്ധ ഗ്രന്ഥത്തോട് ആ ഗ്രന്ഥത്തോട് അനാദരവ് കാണിക്കുന്നുവെന്ന് വരുമ്പോൾ അതിനകത്ത് വികാരമുണ്ടാകുന്നത് ഒരു വർഗീയ വികാരമല്ല, ശരിയായ രീതിയിലുള്ളൊരു വികാരമാണ്. ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ചെയ്തതിനെതിരെയുള്ളൊരു വികാരമാണത്. അതിവിടെ കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ടാവും. അതിൻ്റെ ഭാഗമായി നേരത്തെ പറഞ്ഞതിൽ നിന്ന് കുറച്ചൊന്ന് മാറി നിൽക്കണമെന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടാവും. ആ മാറി നിൽക്കലും ഞങ്ങളുടെ ചെലവിലാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ കുറ്റം പറയുന്ന നിലയാണ് സ്വീകരിക്കുന്നത്. വാർത്താസമ്മേളനത്തിന്റെ അവസാന ഭാഗങ്ങളെല്ലാം തന്നെ സർക്കാരിന്റെ നേട്ടങ്ങളൊക്കെയാണ് വിശദീകരിച്ചത്. സർക്കാർ വന്ന കാലം മുതൽ വിശദീകരിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്ത്രീ സുരക്ഷ എന്നുള്ള സർക്കാരിന്റെ മുദ്രാവാക്യം. കഴിഞ്ഞ ദിവസം മനോരമ ന്യൂസിലെ മാധ്യമപ്രവർത്തകരെ ലൈംഗിക ചുവയോടെ അധിക്ഷേപിച്ച പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. അയാൾ ജാമ്യത്തിൽ പോയി. ഈ പ്രതിക്ക് ചവറയിൽ CPM-ന്റെ ഏരിയ സെക്രട്ടറി മനോഹർ നേതൃത്വത്തിൽ സ്വീകരണം കൊടുത്തു. അപ്പോൾ ഇത്തരത്തിൽ സ്ത്രീ സുരക്ഷ സർക്കാർ ഒരു ഭാഗത്ത് പറയുകയും അതേ സർക്കാർ നയിക്കുന്ന അതേ ആ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി ചവറയിൽ പ്രതിക്ക് സ്വീകരണം കൊടുക്കുകയും ചെയ്യുമ്പോൾ എന്ത് സന്ദേശമാണ് CPM കേരളത്തിന് കൊടുക്കുന്നത്? സ്ത്രീ സുരക്ഷയെ സംബന്ധിച്ച് നമ്മുടെ സംസ്ഥാനത്ത് വലിയ തോതിലുള്ള സ്ത്രീ സുരക്ഷ നിലനിൽക്കുന്നുവെന്ന് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. സ്ത്രീകൾക്കെതിരെയുള്ള ഏതെങ്കിലും അതിക്രമം ഉണ്ടാവുകയാണെങ്കിൽ അതിനെതിരെ കർക്കശമായ നടപടിയിലേക്കും സ്വാഭാവികമായും സർക്കാർ നീങ്ങുന്നുണ്ട്. അക്കാര്യത്തിൽ യാതൊരു പ്രത്യേക പരാതികളും ഇതേവരെ ഉയർന്നു വന്നിട്ടില്ല. അതിൽ മുഖം നോക്കാതെയുള്ള നടപടിയാണ് എല്ലാ ഘട്ടത്തിലും സ്വീകരിച്ചിട്ടുള്ളത്. ഇനിയും അത് തന്നെയാണ് സ്വീകരിക്കുക. ഇക്കാര്യത്തിലും സർക്കാർ നടപടികൾ ഉണ്ടായി എന്ന് നിങ്ങൾ തന്നെ പറയുന്നുണ്ട്. സർക്കാർ നടപടികളാണ് CM ഉൾപ്പെടുന്ന പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി പ്രതിക്ക് മാലയിട്ട് സ്വീകരണം കൊടുക്കുകയാണ്. അപ്പോൾ എന്ത് സന്ദേശമാണ് CPM കേരളത്തിന് കൊടുക്കുന്നത്? അങ്ങ് പാർട്ടി നയിക്കുന്ന സർക്കാരിന്റെ മുഖ്യമന്ത്രിയാണ്. CPM പോലൊരു പാർട്ടി ഈ കേരളത്തിൽ എല്ലാ കാലത്തും സ്ത്രീകളുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് നിലകൊണ്ടിട്ടുള്ളത്. ഏത് ഘട്ടത്തിലും സ്ത്രീകളുടെ സംരക്ഷണത്തിൻ്റെ കൂടെയാണ് നിന്നിട്ടുള്ളത്. സ്ത്രീകൾക്കെതിരെയുള്ള ഏത് അക്രമത്തെയും അപലപിക്കുന്നതിനും മറ്റും എല്ലാ ഘട്ടത്തിലും മുൻപന്തിയിൽ നിന്നിട്ടുമുണ്ട്. കേരളത്തെ മുഴുവൻ അപമാനത്തിൽ നിർത്തിയ ഒരു സംഭവമായിരുന്നു സ്വർണ്ണക്കടത്ത് കേസും അതിലെ ദേശീയ അന്വേഷണ ഏജൻസിയുടെ അന്വേഷണവും. അതിൽ CM അന്വേഷണത്തെ സ്വാഗതം ചെയ്യുകയും ചെയ്തു. എന്നാൽ ഈ അന്വേഷണ സംഘത്തിന് ദുബായിൽ നയതന്ത്ര പ്രതിനിധികളെ ചോദ്യം ചെയ്യാനോ മൊഴിയെടുക്കാനോ അന്വേഷിക്കാനോ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് ഇതുവരെ അനുമതി നൽകിയിട്ടില്ല. ഇത് സംബന്ധിച്ച് ആഭ്യന്തര വകുപ്പിനെ ശ്രദ്ധയപ്പെടുത്തുമ്പോൾ അനുമതി നൽകണമെന്ന് ആവശ്യപ്പെടുന്നു. ഇത് സാധാരണഗതിയിൽ അതുമായി ബന്ധപ്പെട്ട നടപടികൾ അന്വേഷണ സംഘം തന്നെ സ്വീകരിക്കേണ്ടതാണ്. അതിന് അനുമതി നൽകാത്ത പ്രശ്നം ഉണ്ടെങ്കിൽ അവർ തന്നെ ആവശ്യപ്പെട്ട് അനുമതി വാങ്ങേണ്ടതുമാണ്.
ഇതിന് ഒരു ഘട്ടത്തിൽ അവർ ദുബായിൽ പോയി എന്നൊക്കെ റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നല്ലോ. ആ ഘട്ടത്തിൽ അവരെ കിട്ടിയില്ല എന്നും പത്രവാർത്തകൾ കണ്ടിട്ടുണ്ട്. മറ്റന്വേഷണ വിവരം ഇപ്പോൾ എൻ്റെ കയ്യിലുമില്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിന് പറ്റുന്നില്ലെങ്കിൽ ആ വിവരം തുറന്നവർ പറയണം. സാധാരണഗതിയിൽ നാട് പ്രതീക്ഷിക്കുന്നത് അത്തരം ആളുകളിൽ നിന്ന് തെളിവെടുക്കണമെന്നുള്ളത് തന്നെയാണ്. കാരണം ഇത് സ്വീകരിച്ചവർ ഇവിടെയുള്ള കോൺസുലേറ്റിൽപ്പെട്ടവരാണ്. ആ കോൺസുലേറ്റിലുള്ളവരെ സ്വാഭാവികമായും ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല എന്ന് സമൂഹത്തിലെ ഏറ്റവും ഗുരുതരമായ ഒരു വിഷയമായി ഉയർന്നു വന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നടപടികൾ സ്വീകരിക്കേണ്ടത് ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അതിനിയും കാലതാമസം വരുത്താൻ പാടില്ലാത്തതുമാണ്. BJP ആണ് സമരരംഗത്തുള്ള ഒരു പ്രധാനികൾ. BJP ആണ് കേന്ദ്രം ഭരിക്കുന്നത്. അപ്പോൾ ഈ ഒരു നിലപാട് ഇരട്ടത്താപ്പെന്നും തോന്നുന്നുണ്ടോ? അല്ല, ഇതിൽ മാത്രമല്ല, പല കാര്യങ്ങളിലും ഇരട്ടത്താപ്പ് സ്വീകരിക്കുന്ന ഒരു പാർട്ടിയാണല്ലോ BJP. അത് ആ കാര്യമല്ലല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അന്വേഷണത്തിൻ്റെ കാര്യത്തിൽ അന്വേഷണം ശരിയായ രീതിയിൽ മുന്നോട്ട് പോകണം. അത് മുന്നോട്ട് പോകുമ്പോൾ തന്നെ ഇങ്ങനെ ചില കാര്യങ്ങൾ സംഭവിക്കാതിരിക്കുന്നതിന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അവരെ കൂടി ചോദ്യം ചെയ്യുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കേണ്ടത് തന്നെയാണ്. അന്വേഷണം ശരിയായ ദിശയിലാണ്, കൃത്യമായിട്ട് അന്വേഷണം മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. ആ വാക്കിൽ നിന്ന് ചെറിയൊരു മാറ്റം ഇപ്പോൾ ഉണ്ടാവുന്നുണ്ട്. അതായത് അന്വേഷണം ശരിയായ രീതിയിലല്ല, കുറച്ചൊരു മാറ്റം ഉണ്ടാവുന്നു എന്നൊരു വിലയിരുത്തലുണ്ട്. കാരണം CM പറഞ്ഞ അനുസരിച്ചാണ്, CM ലെറ്റർ അയച്ച അനുസരിച്ചാണ് കേന്ദ്ര ഏജൻസി വരുന്നത്. CPM സംസ്ഥാന സെക്രട്ടറി കഴിഞ്ഞ ദിവസം പ്രസ്താവന ഇറങ്ങിയപ്പോഴും പറയുന്നു, ഈ കൊണ്ടുവന്നവരെയും ഈ വാങ്ങാനുള്ള ആൾക്കാരെയും ഒന്നും ചോദ്യം ചെയ്യുന്നില്ല എന്നുള്ളത്. ഇതിലേക്ക് അന്വേഷണം പോകുന്നില്ല എന്ന് CPM പറയുന്നു. അതായത് അന്വേഷണം ശരിയായ ദിശയിലല്ല എന്ന് CM ഇപ്പോൾ ഈ ഘട്ടത്തിൽ തോന്നുന്നു. അല്ല, കേന്ദ്ര ഏജൻസി അല്ലാതെ പിന്നെ ഏത് ഏജൻസി അതിനെക്കുറിച്ച് അന്വേഷിക്കുക? സാധാരണഗതിയിൽ ഇത്തരം ഒരു കള്ളക്കടത്തുണ്ടായാൽ അതുമായി ബന്ധപ്പെട്ട അന്വേഷണം കേന്ദ്ര ഏജൻസി തന്നെയാണല്ലോ നടത്തേണ്ടത്. ആ കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടത് ശരിയാണ്. ആ അന്വേഷണത്തിൻ്റെ ഭാഗമായി അവർ NIA അടക്കം ചുമതലപ്പെടുത്തിയപ്പോൾ നമ്മൾ കണ്ടതെന്താ? അതുമായി ബന്ധപ്പെട്ട് വിദേശത്തുള്ള ആളുകളെ അടക്കം ചോദ്യം ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതിന് ഇത്തരമൊരു ഏജൻസി ആവശ്യമാണ്. അതുകൊണ്ട് അവരെ ചുമതലപ്പെടുത്തുന്നു. ഇത്രയും നാളായിട്ടും എന്തുകൊണ്ട് അവരെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ചോദ്യം വന്നതിനാണ് ഞാൻ ഉത്തരം പറഞ്ഞത്. അതൊരു പ്രശ്നമാണ്. അതുമായി ബന്ധപ്പെട്ട് അവരെ ചോദ്യം ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. ആ ചോദ്യം ചെയ്യൽ നടപടി ഇതേവരെ വന്നില്ല എന്നുള്ള യാഥാർത്ഥ്യമല്ലേ? അപ്പോൾ ആ നടപടി പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്. അതിനാവശ്യമായ നടപടി സ്വീകരിക്കേണ്ടതായിട്ടുമുണ്ട്. അതാണ് ഞാൻ വ്യക്തമാക്കിയത്. നേരത്തെ ചോദിച്ചതിലൊരു വ്യക്തത വരാനുള്ളതുകൊണ്ട് ചോദിക്കുകയാണ്. ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ ഏതെങ്കിലും അന്വേഷണങ്ങൾ, ക്രമക്കേടുകളെ സംബന്ധിച്ച് ഉയർന്നു വന്ന ആരോപണങ്ങളെ സംബന്ധിച്ച് ഏതെങ്കിലും അന്വേഷണം സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ നടക്കുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും പദ്ധതികളുണ്ടോ? മറ്റൊന്ന്, നേരത്തെ താങ്കൾ പറഞ്ഞു ഇത് പരിശോധിക്കട്ടെ, ആ ഘട്ടത്തിലെത്തുമ്പോൾ പറയാമെന്ന്. ആരാണ് പരിശോധിക്കേണ്ടത്? അത് ഏത് ഘട്ടമെന്നാണ് താങ്കൾ പറയാൻ ഉദ്ദേശിക്കുന്നത്? ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഒരാൾ തന്നെ എല്ലാ ചോദ്യവും ചോദിച്ചുകൊണ്ടിരുന്നാൽ ഞാൻ മറുപടി പറയില്ല എന്ന്. അല്ല, നിങ്ങളും ചോദിച്ചു ഒരു ചോദ്യം, ഇനി അങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കണ്ട. അല്ല CM, ഒരു കാര്യം, ഇന്ന് NIA ഒരു 3 തീവ്രവാദികളെ കേരളത്തിൽ പിടിച്ചിരുന്നു. അപ്പോൾ ഇത് കേന്ദ്ര അന്വേഷണ ഏജൻസി നമുക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നാണോ, നമുക്കത് ക്യാച്ച് ചെയ്യാൻ പറ്റാതെ പോയതാണോ? എന്താണ് ആ വിഷയത്തിൽ സ്റ്റേറ്റിൻ്റെ ഒരു ഒപ്പീനിയൻ? തീവ്രവാദവുമായി ബന്ധമുള്ളവരെ സ്വാഭാവികമായും അറസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ പതിവുള്ള കാര്യമാണ്. അതിനകത്ത് നേരത്തെയുള്ള പലവിധ ആലോചനകളുടെ ഭാഗമായിട്ടാണ് ഇത്തരം കാര്യങ്ങൾ നടക്കുക. അതെല്ലാ കാര്യങ്ങളും ഇപ്പോൾ പറയാവുന്ന അവസ്ഥയിലായിരിക്കില്ല, ഞാൻ അറിയേണ്ട അവസ്ഥയിലും ആയിരിക്കില്ല. അത് പിന്നീട് വ്യക്തമാക്കേണ്ട കാര്യമാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ അവസാനിപ്പിക്കാം.